പിടിക്ക് ദിനേശേട്ടാ, വേഗം ഒന്ന് കുടിച്ചിട്ട് ഗ്ലാസ് തന്നെ. അമ്പടി എന്തൊരു സ്നേഹം. ഞാനേ ഇപ്പൊ രാത്രി പാലൂടി നിർത്തിയിടി. അല്ല, ക്ലബിൽ പോവാത്ത ദിവസം പാല് വേണമെന്ന് പറയുന്ന ആളല്ലേ, പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞത്? ഇത് ദിനേശേട്ടൻ കുടിച്ചേ പറ്റൂ. എന്റെ കള്ളുകൂടി നിർത്താവുന്ന നിന്റെ മോഹം മനസ്സിരിക്കത്തേ ഉള്ളൂ. എന്തായാലും നീ കൊണ്ടുവന്നല്ലേ, നീ തന്നെ കുടിച്ചു. എനിക്ക് വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്തത്? നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും. ഭാര്യയുടെ ആരോഗ്യത്തിന് ഉത്കണ്ഠയുള്ളൊരു ഭർത്താവാ ഞാൻ. ഈ മനുഷ്യന് എന്തിന്റെ കേടാ? വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ. ദേ, നിറമാറ്റമില്ല, വല്ല വെളുത്ത പൊടിയുമാവും. അവൾക്കിട്ട് തിരിച്ചു പണി കൊടുത്തില്ലെങ്കിൽ ദിനേശനാരാമോൻ ഞാനിത് കുടിച്ചെന്ന് തന്നെ അവൾ വിശ്വസിക്കട്ടെ. ഇത് ബാത്റൂമിൽ കൊണ്ടുപോയി കളഞ്ഞേക്കാം. നാളെ 2 പെഗ് കൂടുതൽ അടിച്ചിട്ട് വേണം വരാൻ. പിന്നെ അവൾ ഈ പരിപാടിയുമായിട്ട് എന്റെ അടുത്ത് വരില്ല. ദിനേശ് ചേട്ടന് എന്ത് മരുന്ന് കൊടുത്താലും ഏൽക്കില്ലെന്ന് പറഞ്ഞോളൂ. എടാ, ഒരു കുടുംബം കരളുരുകി പ്രാർത്ഥിച്ചിട്ടാ നിന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയത്. ആ അച്ഛന് വേണ്ടിയിട്ടല്ലേ നീ ഈ വിവാഹത്തിന് പോലും സമ്മതിച്ചത്. എന്നിട്ട് ഓണ ദിവസം നീ കൂടെ വേണമെന്ന് അച്ഛൻ കെഞ്ചി പറഞ്ഞ എങ്ങനെയാടാ സച്ചി നിനക്കത് അവഗണിച്ച് കളയാൻ പറ്റുന്നത്? എനിക്കിനി നിന്നോടൊന്നും സംസാരിക്കാനില്ല. എടാ, നീ കോള് കെട്ടിയെഴുത്, എനിക്ക് സംസാരിക്കാനുണ്ട്. എടാ, എന്റെ വീട്ടുകാരുടെ സ്വാർത്ഥതയാ. പക്ഷെ ഈ ഓണം നിങ്ങൾക്കൊപ്പം കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇതുപോലൊരു കൂടിച്ചേരല് എന്റെ ലൈഫിൽ ഉണ്ടാവില്ലെന്ന് കരുതിയ. അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ല. ഓക്കേടാ, ഗുഡ് നൈറ്റ്. എടാ, തിരിച്ചൊരു ഗുഡ് നൈറ്റ് പറയാൻ പോലും അവസരം തരാതെ സച്ചി കോള് കട്ട് ചെയ്തു. സച്ചി അവിടെ പോയി കുടുങ്ങിയതാ. ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയായിരുന്നെങ്കിൽ ഉറപ്പായും സച്ചി പോവില്ലായിരുന്നു. അവന്റെ കാര്യം ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു പേടിയുണ്ട് സ്വാതി. ഒരു അഗ്നിപർവ്വതം അവന്റെ ഉള്ളിൽ പോയുന്നത്. അവനവിടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഓണം കഴിഞ്ഞാലുടൻ കല്യാണമാണ്. അവിടുത്തെ പ്രധാന ചർച്ച വിവാഹവും. എല്ലാം കൈവിട്ടു പോകുന്ന ഒരു നിമിഷം ഉണ്ടായ അമ്മുവിനെ പറ്റി അവൻ വിളിച്ചു പറഞ്ഞെന്നും വരും. ഇനി അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഞ്ജു വെറുതെ ടെൻഷൻ ആവണ്ട. അവൻ ഇവിടെ തുടരുന്നത് എന്തിനാണെന്നാണ് സ്വാതി കരുതുന്നത്? വീട്ടുകാരോടുള്ള താല്പര്യക്കുറവ് കൊണ്ടല്ല, അമ്മു തന്നെയാണ് കാരണമെന്ന് സ്വാതിക്ക് നന്നായിട്ട് അറിയാലോ. അവനൊരു കല്യാണത്തിന് സമ്മതിച്ചെങ്കിലും ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ച് അമ്മു അവന്റെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുമെന്ന് അവനിപ്പോഴും വിശ്വസിക്കുന്നു. സച്ചിക്കത് പ്രതീക്ഷയോ ആഗ്രഹമോ ഒന്നുമല്ല, അവന്റെ വിശ്വാസമാണ്. സച്ചി എന്താ സഞ്ജു ഇങ്ങനെ? അമ്മ അവളുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതല്ലേ? എന്നിട്ടും അവളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ശരിയല്ല. സച്ചിക്ക് അമ്മുവിനോട് തോന്നിയ പ്രണയത്തിന് ഒരു മുഖം മാത്രമല്ല ഉള്ളത്. അമ്മു മനസ്സിൽ പോലും കരുതിയിട്ടില്ലെങ്കിലും അമ്മുവിന്റെ ഭാഗത്ത് നിന്ന് അവന് പ്രതീക്ഷ നൽകുന്ന ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സഞ്ജു, അമ്മൂല് കുറ്റം കാണുവാണ് സഞ്ജു. അവളെപ്പറ്റി നമുക്കെല്ലാം അറിയുന്നതല്ലേ? അമ്മുവിനെ കുറ്റപ്പെടുത്തിയതല്ല. ചുവന്ന പൂക്കൾ വെച്ചുള്ള ഭാഗ്യ പരീക്ഷണം സ്വാതി മറന്നു കളയരുത്. അമ്മു അവൾ വിശ്വസിക്കുന്ന ദൈവം രക്ഷിക്കുമെന്ന് കരുതിയല്ലേ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായത്. സച്ചി അതിനെ വിശേഷിപ്പിച്ചത് ഒരു നറുക്കെടുപ്പായിട്ടാണ്. അവന്റെ ചോദ്യം അവൻ ജയിച്ചെങ്കിൽ അവൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന. അതൊരു പ്രസക്തമായ ചോദ്യം. ഇനി നീ പറ, അവൻ ഇപ്പോഴും ആ പ്രതീക്ഷ മനസ്സിൽ കൊണ്ട് നടക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? കതിർ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴും അവന്റെ ഉള്ളിൽ അതുണ്ടാവും. സച്ചി സ്വന്തം വീട്ടിൽ തന്നെ ഓണം ആഘോഷിക്കട്ടെ, അതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മുന്റെ വീർപ്പുമുട്ടലൂടെ എനിക്ക് കാണേണ്ടി വരില്ലല്ലോ. നീ പോയി കിടന്നോ, സമയം 11 കഴിഞ്ഞു. ഇനി ഇവിടെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് തല ചൂടാക്കാതെ സഞ്ജു പോയി കിടന്നോ. പിന്നെ ഈ ഗുഡ് നൈറ്റ് പറഞ്ഞ 2 റൂമിലേക്ക് പോകുന്ന പരിപാടി ഇനി എന്നാ ഒന്ന് തീരാ? ആ കാത്തിരിപ്പിന്റെ സുഖം ഇപ്പോഴേ ആസ്വദിക്കാനാവൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നും അവളുടെ സ്നേഹം ജീവശ്വാസം പോലെ നഷ്ടമാവാതെ കൂടെ ഉണ്ടാവട്ടെ.
ആനന്ദവല്യമ്മേ, ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. സഹോദരൻ തമ്പി വണ്ടി കയറി പോകുന്നത് ഞാൻ കണ്ടതാ. ഇനി നമുക്കൊരു അവധിയില്ല. ആനന്ദവല്യമ്മേ, ഇറങ്ങി വാ. ആരാടാ വീട്ടുമുറ്റത്ത് വന്ന് വിളിച്ചു കൂന്നത്? നിനക്കൊക്കെ എന്താ വേണ്ടത്? നിങ്ങൾ പണം തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ എന്റെ വീട്ടുമുറ്റത്താ നിൽക്കുന്നത്, അല്ലാതെ നിന്റെ വീട്ടുമുറ്റത്തല്ല. ഞങ്ങളുടെ കാശ് ഇന്ന് കിട്ടണം. ഇല്ലെങ്കിലോ നീ എന്തേ യോടി? ഇപ്പൊ എന്തായി മനുഷ്യ? ഇവര് വാക്ക് പാലിക്കില്ലെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാടി നീ അങ്ങ് തിരിച്ചു പോയത്? തീ കത്തിച്ചൂടായിരുന്നോ? കള്ളി പെൺപറന്നോരെ, നിങ്ങൾ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം. എടി, ആളെ വിളിച്ചു കൂട്ടടി. അയ്യോ നാട്ടുകാരെ ഓടിവായോ, തച്ചിലെടുത്തുകാരെ ഞങ്ങളെ ചതിച്ചേ. ഞങ്ങൾ ഇവിടെ കിടന്ന് ചാകാൻ പോവാണേ. ഓടിവായോ, ഓടി വരണേ നാട്ടുകാരെ, ഞങ്ങൾ ഇപ്പൊ ചാകാൻ പോവാണേ. അയ്യോ നാട്ടുകാരെ ഓടിവായോ. അമ്മേ, അവർക്ക് കൊടുക്കാനുള്ള പണം എടുത്ത് വെച്ചിരിക്കല്ലേ, പിന്നെന്തിനാ അമ്മ നാണക്കേട് വരുത്തി വെക്കുന്നേ? അതങ്ങെടുത്ത് കൊടുത്തുവിട്. അന്ന് ഇവിടെ കുറെ നാട്ടുകാർ കൂടിയതല്ലേ, ഇന്നും ആളെ വിളിച്ചു കൂട്ടട്ടെ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വേണം കാശ് കൊടുക്കാൻ. അപ്പോഴേക്ക് നരേന്ദ്രനും തയ്യക്കട പോയ ശ്രീജയും ഇങ്ങെത്തും. അമ്മേ, അവര് വരാൻ വേണ്ടി കാത്തു നിന്ന പ്രശ്നം ഗുരുതരാവും. ഇനി അവരൊന്നും നോക്കില്ല. എന്തെങ്കിലും കടുങ്കൈ കാണിച്ചിട്ട് കാശുമായി ചെന്നാ ആളുകൾ ബാക്കി വെച്ചേക്കില്ല. അമ്മ ചെന്ന് പണം എടുത്തിട്ട് വാ, ഞാൻ അവരോട് ചെന്ന് സംസാരിക്കാൻ പോവാ. അയ്യോ ഞങ്ങളെ ചതിച്ചേ. അയ്യോ നാട്ടുകാരെ ഓടിവായോ, ഈ കള്ളക്കൂട്ടങ്ങൾ ഞങ്ങളെ ചതിച്ചേ. ഞങ്ങളുടെ കാശും പോയി, ഞങ്ങളുടെ ജീവിതം പോയി. ഇവിടെ കിടന്ന് ഞങ്ങൾ ചാവാൻ പോവുക. അവരൊക്കെ ഉടായിപ്പായിരുന്നല്ലേ? അയ്യോ ഞങ്ങളുടെ കാശ് പോയേ. അയ്യോ. ഓഹോ, അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? കാണിച്ചു തരാം നിനക്ക്, ദ്രോഹി. ഞങ്ങളുടെ കാശും കൊണ്ടല്ലേ നീയൊക്കെ സുഖിച്ചത്. അർജുനെ, ഇനി നിങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നീ വായ്പ എടുത്ത തുകയില് എത്ര അടവാ തിരിച്ചടച്ചത്? അത് പറഞ്ഞിട്ട് സംസാരിക്കേ. മണ്ണെണ്ണയും കൊണ്ട് തന്നെയാ ഞങ്ങൾ വന്നത്. നീയൊക്കെ വാക്ക് പാലിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എടുത്തോണ്ട് വാടി മണ്ണെണ്ണ. നിക്ക്, നിങ്ങൾക്ക് പണം തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ദിവസം തന്നിരിക്കും. ആ ദിവസമാ ഇന്ന്. അന്നീ മുറ്റത്ത് വന്ന് ഷോ കാണിച്ചല്ലേ? പണം തരുമ്പോഴും 10 പേര് കൂടട്ടെ എന്ന് ഞങ്ങൾ കരുതിയതാ. ഉറക്ക നിലവിളിക്ക്, എല്ലാ നാട്ടുകാരും വരട്ടെ. അയ്യോ ആള് കൂടിയോ? ഇത് പോരല്ലോ. തച്ചിലയുടെ ആനന്ദവല്ലിക്ക് വാക്കൊന്നേ ഉള്ളൂ, ഞാൻ തരുമെന്ന് പറഞ്ഞാ തന്നിരിക്കും. നിനക്ക് എത്രയാടാ കിട്ടാനുള്ളത്? അത് 7 ലക്ഷം രൂപ. ഇതാ പിടിക്ക്. 7 ലക്ഷം അതിന്റെ പലിശയും ഉണ്ട്. ഇത് ഇവിടെ ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്തി നാട്ടുകാരെ ബോധ്യപ്പെടുത്തിട്ട് പോയാ മതി. പിന്നെ പണം കൈപ്പറ്റിന്ന് ഒപ്പിട്ട് തരണം. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, പോയേക്കരുതേ. മോനെ നന്ദൂട്ടാ, നിന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ ഈ പണം ഞങ്ങളെ ഏൽപ്പിച്ചത്? അതെ. ഇതിൽ നിങ്ങളുടെ മോക്ക് എന്റെ വിവാഹ സമ്മാനമായി 10,000 രൂപയുടെ കല്യാണ പട്ടുസാരി. പിന്നെ നീയും നിന്റെ ഭർത്താവും ഈ വീട്ടുമുറ്റത്ത് വന്ന് നാടകം കളിച്ചതിന് 2 പേർക്കും എന്റെ വകയായി ഓണക്കോടിയുണ്ട്. ദാ വാങ്ങിച്ചോ. തച്ചിലെടുത്തുകാർക്കേ കൊടുത്താ ശീലം. സന്തോഷായി ആനന്ദവല്യമ്മേ. പക്ഷേ എനിക്ക് സന്തോഷമായില്ലല്ലോടി ചന്ദ്രികേ. ഇത് നീ എന്നെ കള്ളീന്ന് വിളിച്ചതിന്. തച്ചിലെടുത്ത വീട്ടുമുറ്റത്ത് ഇനി ആർക്കെങ്കിലും മണ്ണെണ്ണയായിട്ട് വരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വന്നവനെയൊക്കെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടി പറയാ, ഒരു കാറ്റത്ത് കടപുഴകി വീഴുന്ന മരമല്ല തച്ചിലെടുത്ത കുടുംബം. ഞങ്ങളുടെ ചിട്ടിക്കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തവര് ഒരാഴ്ചക്കുള്ളിൽ കൂട്ടുപലിശയോ മുതലോ അടച്ച് തീർത്തുകൊള്ളണം. ഇല്ലെങ്കിലേ വിവരം അറിയും. വിശ്വാസം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് വാങ്ങിച്ചോണ്ട് പൊയ്ക്കോ. പിന്നെ കൈനീട്ടി വന്നേക്കരുത്. എല്ലാം പൊയ്ക്കോ എന്റെ വീട്ടുമുറ്റത്തുനിന്ന്. അത് തകർത്ത് കളഞ്ഞമ്മേ. ഓ, കഷ്ടായിപ്പോയി. അളിയനും കൂടെ വേണ്ടതായിരുന്നു. നീയല്ലേ ധൃതി കാണിച്ചത്. പിന്നെ നാളെ തന്നെ ചിട്ടിക്കമ്പനി തുറക്കണം. നമ്മുടെ നല്ല കാലം തുടങ്ങിയടാ മോനെ.
ആ വാടാ. ഇങ്ങോട്ട് വാ. കഴിഞ്ഞു മോളെ. അമ്മ വേണം ഇവിടുന്ന് ആരതിയും ദീപവുമായി ചെന്ന് കതിരും പറയുമായി വരുന്നവരെ സ്വീകരിക്കാൻ. ചെണ്ടമേളം കേൾക്കുന്നു, അവരെത്തിയെന്ന് തോന്നുന്നു. ആ എല്ലാരും ഇപ്പോഴും ഇങ്ങോട്ട് വരും. ഇനി ഒന്നിനൊരു സമാധാനം ഉണ്ടാവും. അതെ, നിറകതിരുമായ ആളുകളെത്തി. സഞ്ജുവും മുത്തച്ഛനും അവരെ സ്വീകരിക്കാൻ പോയിരിക്കെ. ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി ശ്രീദേവി? എല്ലാം പൂർത്തിയായി അമ്മേ. ഭഗവാനെ. ശ്രീകുട്ടി, എന്താ അമ്മ? നീ വേണം കർപ്പൂര ദീപം എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ. ഇളമുറക്കാരി നീയാണ്. വേഗം ആവട്ടെ മോളെ. അമ്മ എടുത്തു കൊടുക്കുന്നത് ഐശ്വര്യം. അമ്മു, കർപ്പൂരദീപം ദേവി ധ്യാനിച്ച് മുത്തശ്ശിക്ക് എടുത്തു കൊടുക്ക്. സാധ്യമല്ലേ? നീ അവളെ അനിയത്തിയായി കാണുന്നത് നിന്റെ ഇഷ്ടം. പക്ഷേ ഈ വീട്ടിലുള്ളവർ അനുഷ്ഠിക്കേണ്ട ചടങ്ങ് പുറത്തു നിന്നൊരാൾ ചെയ്യുന്നത് ദൈവനിന്ദയാ. പിന്നെന്തിനാടി ഇങ്ങനൊരു ആചാരവും അനുഷ്ഠാനവും? തറവാടുമായി ബന്ധമുള്ളവരാ അത് ചെയ്യേണ്ടത്. ചേച്ചി വേണം ദീപം കൈമാറാൻ. വാശിയും ശാഠ്യവും കാണിക്കല്ലേ ചേച്ചി. മോൾ അമ്മ പറയുന്നത് പോലെ ചെയ്യേ. എന്തിനാ ഈ മത്സരം? അമ്മു അത് ചെയ്യില്ലെന്ന് മോക്കറിയില്ലേ? ശ്രീകുട്ടി, പൂജാമുറിയിൽ വെച്ച് ദൈവനിന്ദ കാണിക്കരുത്. എടുത്ത് മുത്തശ്ശിക്ക് കൊടുക്കുക ചേച്ചി. അമ്മു, നീ എന്റെ കൂടെ കാണണം. അമ്മേ ദേവി, നിക്കടി അവിടെ. ഡീ, നീ എങ്ങോട്ടാടി തുള്ളിച്ചാടി പോകുന്നത്? നീ ഇവിടെ നിന്നാ മതി. അവിടെ നടക്കുന്നതേ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാ. അതിൽ വീട്ടുപണിക്കാർക്കും വലിഞ്ഞു കേറി വന്ന് കടിച്ചു തൂങ്ങിക്കിടക്കുന്നവർക്കും സ്ഥാനമില്ല. നിന്റെ നിഴൽ പോലും അവിടെ കണ്ടുപോകരുത്.
അച്ഛ, നെൽക്കതിര് വെക്കാനുള്ള താലോ ഇത്. ദേവീദേവന്മാരുടെ സമ്മതത്തോടെയും അനുവാദത്തോടെയും കുടുംബനാഥനായ ഞാൻ ഈ നിറകതിർ സമർപ്പിക്കുന്നു. അയ്യോ മുത്തശ്ശ, അയ്യോ അയ്യോ മുത്തശ്ശ, അയ്യോ അയ്യോ അച്ഛാ, അച്ഛനെന്താ വയ്യേ? മുത്തശ്ശ 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 അച്ഛാ, മുത്തശ്ശ അച്ഛാ അച്ഛാ മുത്തശ്ശ അച്ഛാ. ഭഗവാനെ, എന്താ ഭഗവാന്റെ മനസ്സില്? എന്നെ കടമ ഏൽപ്പിക്കുകയാണോ? എനിക്ക് കഴിയില്ല ഭഗവാനെ. ഞാൻ ഈ വീട്ടിലെ മരുമകളല്ല. ദൈവമേ, എന്തൊരു പരീക്ഷണമായത്. കുറച്ച് വെള്ളം എടുത്തോണ്ടോ അപ്പച്ചി? ഒന്ന് കണ്ണു തുറക്ക്. എന്റെ ദേവി, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണെന്ന് അവിടേക്ക് അറിയില്ലേ? സഞ്ജു, ഡോക്ടർ എന്ന് വിളിക്ക. സഞ്ജു, വേഗം ഒന്ന് ഡോക്ടറെ വിളിക്ക. എന്റെ ദേവി, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? നിന്റെ ഇച്ഛയ്ക്കൊപ്പം ജീവിക്കുന്നവരല്ലേ ഞങ്ങള്? ചേട്ടാ, കണ്ണു തുറക്ക്. ഇങ്ങനെ ബഹളം വയ്ക്കാതെ. അച്ഛനൊന്നും പറ്റിയിട്ടില്ലല്ലോ. രാവിലത്തെ മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവില്ല. ചേട്ടാ, അച്ഛാ കണ്ണു തുറക്കച്ചാ. ചേട്ടാ, കണ്ണു തുറക്ക്. എന്റെ ദേവി, മുത്തശ്ശനൊരാപത്ത് വരുത്താതെ നോക്കണേ. എന്റെ കൈയും വെച്ച് എനിക്കങ്ങോട്ട് പോവാനും പറ്റില്ല. അച്ഛാ, അച്ഛാ പിടിക്കും മോനെ. പതുക്കെ. എന്താ എല്ലാവരും കൂടെ? കൊള്ളാം, അത് മറന്നോ? വെള്ളം കുടിക്കേ. പൂജാമുറിയിൽ വെച്ച് നടന്നതൊക്കെ മുത്തശ്ശി മറന്നോ? ചടങ്ങിന് വന്നവരെ യഥാവിധി സൽക്കരിച്ച് ദക്ഷിണ നൽകി യാത്രയാക്കണം. ഞാൻ കുറച്ചു നേരം അവിടെ കിടക്കട്ടെ. മോൻ, കാഞ്ചനയും ദിനേശനെ ഇവിടെ കൂട്ടിക്കോ. ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. മുത്തശ്ശന്റെ അടുത്ത് ഞാൻ വേണം എന്ന് പറഞ്ഞ എങ്ങനെ മോനെ? അവരൊക്കെ പുറത്തു നിൽക്കല്ലേ? സ്വാതി, ചെല്ല്. വലിയപ്പച്ചയും കൂട്ടി വേണ്ട എന്താന്ന് വെച്ചി. വസുമതി കൂടെ ചെല്ല്. നീ അവിടെ വേണം. കുട്ടികളെ മാത്രം വെച്ചാൽ പോരല്ലോ. കാരണം അവളുടെ സ്ഥാനത്തൊരാൾ വേണമല്ലോ. അമ്മ ചെല്ലേ, ഡോക്ടർ ഇപ്പൊ വരും. അച്ഛൻ കണ്ണു തുറന്നല്ലോ. ചെല്ലു മുത്തശ്ശി. വാ മുത്തശ്ശി. അച്ഛൻ രാവിലെ ബിപിക്ക് മരുന്ന് കഴിച്ചതാണോ? കഴിച്ചതാ. പേഷ്യന്റ് ഏത് റൂമിലാ? ആ റൂമിലുണ്ട് ഡോക്ടർ. നോക്കട്ടെ.